വേറൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഒരു വാട്ടർ മെട്രോയുടെ ഒരു ബോട്ടില് കായലിലൂടെ വന്നു കയറി കാസർഗോഡ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വേഗം ഇറങ്ങണം, അല്ലെങ്കിൽ വണ്ടി വിടും ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് വാട്ടർ മെട്രോ വന്ന് ഇറങ്ങിയപ്പോഴെ അതെ കാക്കനാടാണ്. ഇവിടെ മെട്രോ ഒന്നും നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. നമ്മള് വാട്ടർ മെട്രോയിൽ തന്നെ തിരിച്ചു പോവാണ് ഗൈസ്. നമ്മൾ വന്നാത്തെ വണ്ടിക്ക്, അല്ലെങ്കിൽ നമ്മള് വേറെ വണ്ടിക്കും ലൈക്ക് ചെയ്യണേ. നമുക്ക് നേരെ അകത്തേക്ക് പോവാം. ബോട്ടിങ്ങിന് 2 മണിക്കൂറത്തെ ബോട്ടിങ്ങിനാണ് ഒന്നോ രണ്ടോ അതുകൊണ്ട് നല്ല സാധനമൊക്കെ പഠിച്ചിട്ടുണ്ട്. 10 രൂപ ലൈസാണ്. ക്യാമറമാൻ ഈ ലൈസാണ് കഴിക്കുന്നത്. അടിപൊളി പുതിയ ലൈഫ് ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. അതിൽ ഉണ്ടാവൂല. നമ്മൾ ഒറ്റയ്ക്കാണ് കഴിച്ചത്. ഇവിടെ ആലപ്പുഴ ജില്ലയാണ് കഴിച്ചത്. കാശ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ബോട്ടില് ബെഡുണ്ട്. എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ഏത് സമയം ഉറക്കാണ് കഴിച്ചു. ഞാൻ ട്രിപ്പിളൊക്കെ വരും. അവിടെ കണ്ടോ 3 AC ഒക്കെ ഉള്ളത്. നമുക്ക് ബോട്ടിലേക്ക് കയറിയിട്ട് കാണാം. കയറിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും കസേരയിലോട്ട് ബോട്ട് എന്താന്ന് അറിയില്ല. ഭയങ്കര കിടക്കാണ്. ഇത്ര ബോട്ടൊന്നും ഈ ബോട്ട് പോകുമ്പോ കാണാം. നമ്മളെ ലേസ് പൊട്ടിക്കോളെ. ഞാൻ അങ്ങനെ ആക്കുന്നില്ല, കാരണം ഞാൻ ആദ്യമേ അങ്ങനെ ആക്കിയതാണ്. ബിസ്ക്കറ്റിനാണ്. അപ്പൊ നമ്മള് വേമ്പനാട്ട് കായലിന്റെ നടുവിലൂടെയാണ് ബിസ്ക്കറ്റ്. നമ്മളെ ബോട്ട് കാണിച്ച് അവിടുന്നാണ് നമ്മളെ വെള്ളംകളി തുടങ്ങുന്നത്. നെഹ്റു ട്രോഫി വെള്ളംകളി. പൊട്ടിക്കാൻ അറിയത്തില്ല. അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിച്ചിട്ട് വേണം ഇട്ട് കിടന്ന്. നല്ല ഫുഡ് കേട്ടോ. കായലിന്റെ അടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുക. പാമ്പിന്റെ തല പൊങ്ങി വരുന്നു കഴിച്ചു. സത്യം പറയുന്നത് പാമ്പിന്റെ തലയല്ല, അത് പാമ്പിന്റെ തലയല്ല, മുലിക്കാക്കയാണ്. മീനെ കൊത്താൻ. അതായത് ഇംഗ്ലീഷ് കിങ്ഫിഷർ. ഞാൻ ഓർത്ത് ഇതിനൊക്കെ ഉണ്ടായിരുന്നു, കരിമീനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പൊങ്ങിയൊക്കെ വന്നായിരുന്നു. എന്റെ പുള്ളിക്കാരി ബോട്ടൊക്കെ വളയ്ക്ക് വരുന്നു കേട്ടോ. പക്ഷെ ഒന്നും വളയുന്നില്ല അവിടെ. അവനവിടെ കോപ്രായം കാണിക്കരുത്. ഇപ്പൊ അത് വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇച്ചിരി പൊങ്ങി നിൽക്കുന്നുണ്ട്. രണ്ട് ബെഡാണ്. ഇതുണ്ടോ, ഇവിടെ കൊണ്ട് ഒരു ബെഡാണ്. സെറ്റപ്പാണ്. ഓക്കെ ഗൈസ്, നമ്മളെ കാണാം. ഇപ്പോഴേ കാണാം. നമ്മള് ഡബിൾ സൈഡ് ക്യാമറ വെച്ചേക്കുവാണ്. ഇച്ചിരി എന്നെ കാണിക്കണം. നമ്മളെ ഇത് കാണാൻ നമുക്ക് സീക്രട്ട് സീസൈഡ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ചാനല് നമ്മൾ വിടുന്നൊക്കെ നമുക്കിപ്പോൾ കുറച്ച് വ്യൂവേഴ്സ് ഉള്ളൂ. 24 നമ്മളെ കാണാറ്. പക്ഷേ ഇവൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞ നിങ്ങളുടെ ആ ഭാഗത്ത് 1.7K വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒട്ടും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അതിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ. നമ്മുടെ വീഡിയോ എല്ലാം കാണുന്നുണ്ട്, എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് ഇങ്ങനെ ഇടാനുള്ള ഒരു പവർ കിട്ടത്തുള്ളൂ. നിങ്ങളെല്ലാം സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. ചുമ്മാ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, അങ്ങനെ സബ്സ്ക്രൈബ് ലൈക്കെല്ലാം ചെയ്യണം. ഓക്കെ, എന്നാൽ അവിടെ പോട്ടെ. അത് ചെയ്യണം കേട്ടോ, അത് മറക്കാതെ. ഇനി നമുക്ക് ചുറ്റുപാടും കാണാം. ഇനി ബെഞ്ചിൽ എന്നാ പറയാനുള്ളത് നോക്കാം. നമുക്കിവിടെ നോക്കുവാണെങ്കിൽ
ഇവിടുത്തെ സ്പീഡ് ബോട്ടിന്റെ ഒരു പവറാണ് ഗൈസ്. ചില സ്പീഡ് ബോട്ടാണെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിനൊക്കെ പൊട്ടി കയറി പോവാ. വലിയ സ്പീഡ് ബോട്ട് ഉണ്ട് ഗൈസ്. അത് ഭയങ്കര എത്ര സ്പീഡൊന്നുമില്ല. എന്തായാലും ഇതിനേക്കാൾ സ്പീഡ് ഉണ്ട്. ഈ സിറ്റി വണ്ടിയിലേക്കാൾ സ്പീഡ് ഉണ്ട്. ഞാനിപ്പോ വന്നപ്പോ ശ്രദ്ധിച്ചാണ് ഈ പുഴയിലാണ് ഇങ്ങനെ കുറെ വേസ്റ്റ് ഒക്കെ കിടക്കുന്നത്, പ്ലാസ്റ്റിക്. നേരത്തെ അവിടെ ഒരു ഇതിന്റെ കവർ അതിനകത്ത് കൂടെ പോകുന്നു ഗൈസ്. പക്ഷെ നമ്മളാണ് ഇങ്ങനെ കവർ ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ കവർ കൂടെ ശേഖരിച്ചിട്ടില്ല ഫോട്ടോ. നമ്മളങ്ങനെ കളഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ നോട്ട് പ്രകൃതി മലിനീകരണം. ഇംഗ്ലീഷ് അറിയത്തില്ല, മലയാളം അറിയത്തില്ല, അതുകൊണ്ട് മംഗ്ലീഷ് അറിയുന്നത്. ഇക്കോസിസ്റ്റം എന്നാണ് ഫ്രണ്ടിൽ കണ്ട ഒരു ഹൗസ് ബോട്ട്. ബോട്ട് ഹൗസ് എന്നും പറയും, ഹൗസ് ബോട്ട് എന്നും പറയും, എന്ത് വേണേലും പറയും. ഹൗസ് ബോട്ട് ഞങ്ങൾ പറയാതെ എന്താ പറയുന്നത്? അതിൻ്റെ അടുത്തുണ്ട് ഒരു സ്പീഡ് ബോട്ട് പാർക്ക് ചെയ്തിട്ടേക്കുന്നേ. എന്തിനാണോ ചിലപ്പോൾ അവിടെ ബോട്ട് മുങ്ങിപ്പോയി അതിനകത്ത് കിടത്തി ആടാനായിരിക്കും. അടുത്ത കാര്യം ശ്രദ്ധിക്കണം. അവൻ്റെ ഇവിടെ കുഞ്ഞേ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ ഒക്കെ ഒരു ഭാഗ്യം. പക്ഷെ അവർക്ക് എപ്പോഴും മടുപ്പായിരിക്കും. അവിടേക്ക് ഞാൻ പിടിക്കാം, നിന്റെ മുഖം ഒന്നും നീ പിടിക്കാറില്ല. ഇങ്ങനെ ഇരുന്ന് ഇവനൊന്നും പിടിക്കാറിയിട്ടില്ല. ഇപ്പൊ കാണാലോ. ഇതിൽ കിടന്നില്ല, ഇവിടെയും കൂടി നോക്കണം. ഈ ക്യാമറയും കൂടി നോക്കണം. ഇത് അവിടെ ഇവിടെ എന്തൊക്കെയാ നോക്കട്ടെ. കൊറേ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പഴയ ഹോട്ടലാന്ന് തോന്നുന്നു. എന്നെ കാണിക്കണം. അങ്ങനെ ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ബോട്ട് വിടുന്നതായിരിക്കും. ഇവിടെയൊക്കെ എന്തായാലും മീനൊക്കെ ഉണ്ടോ നോക്കാം. ഒരു വേണ്ടപ്പോൾ കാണുന്നില്ല. എന്റെ ബാക്കിൽ നല്ല വേറേക്ക് ഇരിക്കാൻ പറയാം. ചുറ്റും കണ്ടോ. നമുക്ക് ഫ്രണ്ട് ഓൻ്റെ ഒരു ഇത് വരുന്ന അവരോട് നമുക്ക് ഹായ് കൊടുത്ത് നോക്കാം. എന്നോട് തീർന്ന സാധനം കേട്ടോ. അയ്യോ, നമ്മൾ നേരത്തെ അങ്ങനെ ഒരാളും കൊണ്ട് നമുക്ക് നേരത്തെ ഒരു ബോട്ട് വന്നപ്പോൾ ചേട്ടൻ വന്നത് ഇതുണ്ടോ ഒരു ചേട്ടൻ വലയായിട്ട് പോകുന്നുണ്ടോ. കയ്യിലായോണ്ടാണ് ഇങ്ങനെ അളക്കാം. ഇവിടെ ഇതായതുകൊണ്ട് ഈ കാറ്റിന്റെ ശബ്ദമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇവിടെ സൗണ്ട് തിരിയത്തുമില്ല. ചിലപ്പോൾ നമ്മുടെ സൗണ്ട് കേൾക്കാൻ കുറവാണ്. എന്റെ മുഖം കിട്ടുന്നില്ല, അവന്റെ മുഖം കിട്ടും, എന്റെ മുഖം കിട്ടും. പക്ഷേ ഈ ബെഞ്ചിനെ കുറേ എന്നാ ഇത് ഇരുട്ട് അവനൊട്ടും ക്ലിയർ ആവുന്നില്ലല്ലോ. എന്റെ മുഖം ഫുള്ള് കറുത്തിരിക്കുന്ന പോലെ. അത് വലയല്ല ഗൈസ്, പുല്ലാണ്. വൈക്ക് മെഷീനൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബൈക്ക് മെഷീന്റെ ഓ മൈ ഗോഡ്, ബൈക്ക് മെഷീൻ ഉണ്ടോ. ഞങ്ങളിവിടെ ബൈക്ക് മെഷീൻ ആണ് പറയുന്നത്. ഞങ്ങൾ പറയുന്ന പകുതി നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ടാകത്തില്ല അല്ലേടാ. പക്ഷെ ഇതുണ്ടോ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു പുൽമത്തിലാണ്. സെറ്റപ്പാണ്. ഇവിടെ ഒരു വലിയ ബോട്ട് റേസ് ഉണ്ട്. 1 2 3 4 അപ്പുറത്തുണ്ട്. അങ്ങപ്പുറത്തൊരു വണ്ടി വരുന്ന ആകാശത്താണ്. 4 ഹൗസ് ബോട്ടാണ് നമ്മളെ റേസ് നടത്തുന്നത്. 186 ആണ്. 186 ആണ്. 186 ഫ്രണ്ടിലുണ്ട്. സെക്കൻഡ് ഇരിക്കുന്നത് 21 ആണ്. തേർഡ് ഫോർത്ത് ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. പക്ഷേ തേർഡിൻ്റെ അവിടെ ഒന്നും നമ്പറൊന്നും കാണുന്നില്ല. ഇവിടെ 45 എടുക്കാം. 45 കൈ 45. സെക്കൻഡ് തേർഡാണ്. ഫോർത്ത് ബോട്ട് ഇത് 45 ബോട്ടിനെ ബോട്ട്. 21 അടുത്ത ബോട്ട് 45 പൊട്ടിക്കാൻ നോക്കുവാണ്. ഇനി അവിടുന്ന് 2 വരും. അവിടെ എത്തിയിട്ട് നമ്മുടെ ഇവിടെ എത്തുമ്പോഴത്തേക്കും കാണാം.
നമ്മുടെ മറ്റേ 5ാമത്തെ ബോട്ട് ഏതാ 943 ആണ്. ആൾക്കാരാണ് എനിക്ക് പോളിയാണ്. ഓക്കെ 6ാമത്തെ ബോട്ടാണ് കുട്ടി കാണുന്നത്. ഒരു പതിയാട്ടോ. ബാക്കിൽ 7ാമത്തെ ഉണ്ട് ബോട്ട്. 7ാമത്തെ ബോട്ട് അവിടെയാണ്. അത് പതിയാണ്, ചെറിയ ബോട്ടാണ്. അല്ല, അത് 8ാമത്തെ ബോട്ട്. അതിന്റെ ബാക്ക് വേറൊരു ബോട്ട്. അതിന്റെ ഫ്രണ്ടില് 6ാമത്തെ ബോട്ട്. ഇതാ നമ്പർ 944ാമത്തെ ബോട്ട്. ഇതാ പോന്നു ചേച്ചിയാട്ടോ. ഒരാൾക്കാരുണ്ട്. നമ്മളിവിടെ കൊണ്ട് നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇനി അകത്തേക്ക് കയറാം. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തുകയാണ്. 2 മണിക്കൂറത്തേക്കാണ് നമ്മള് രാത്രി. 1 മണിക്കൂറായിട്ടുണ്ട്. 1 മണിക്കൂറായോ പപ്പ? തോന്നുന്നു 1 മണിക്കൂറായി. ഇതാണ് കറക്റ്റ് ആവുമെന്ന് അറിയത്തില്ല. ബസ്സുണ്ടോ? ചെറിയ ചെറിയ അസോള പായലൊക്കെ ഉണ്ട്. ബസ്സുണ്ടോ? 1 2 3 4 5 6 7 കൈവിട് കണ്ടേ 8 9 ബോട്ട്. എന്റെ പൊന്നെ ബസ്. ഇവിടെ നമുക്ക് ചൂണ്ടയൊക്കെ ഇടാം കേട്ടോ. നല്ല പ്ലേസ് ആണ്. ഫുള്ള് നമ്മുടെ ഫാമിലിന്റെ വഴക്കല്ല, പിന്നെ ഫോട്ടോഷൂട്ട്സ്. ബെഡിൽ കിടക്കും. ഇതുണ്ട് ഇതിന്റെ ഇടയ്ക്കൂടെ, വാഴയുടെ ഇടയ്ക്കൂടെ നോക്കിയാൽ നെൽപ്പാടാണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മള് ഫോർട്ടി കിഡ്സിന്റെ ഫാമിലിനെ പരിചയപ്പെടാൻ പോവാണ്. ഇതായിട്ട് നമ്മുടെ ക്യാമറമാൻ പ്ലസൻ, അത് നമ്മുടെ പ്രയാൻ, മൈ ഡാഡി, മൈ മാമി. ഓക്കെ ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോവാണ് ബോട്ടിന്ന്. പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ഇവിടെ വരുന്നവരൊക്കെ കേറാം കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോവാം. I have a dream, that's all I need. I'll make it happen with some work and belief. കണ്ടോ കരിമീനും. ഈ മീനിന്റെ പേരെന്നാ? എനിക്കറിയത്തല്ലോ. കൊഞ്ച് 400 രൂപ പീസിനാ. 1 കിലോ 1000 രൂപകളാണ്. കൊറേ എന്റെ കൈപ്പത്തിനൊക്കെ വലുതാട്ടോ. ഇവിടുന്ന് ക്യാമറ കാണുന്നോണ്ടാണ് അങ്ങനെ. ഇവിടെ ഒരു കഴിക്കുന്നുണ്ട്. അണക്കൊന്നുമില്ല, പക്ഷേ ഇതുണ്ട് ഗൈസ്. എന്റെ പുറത്തേക്ക് കഴുകിന് വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല എങ്ങനെയുണ്ട് ഇപ്പത്തെ സിറ്റുവേഷൻ? എങ്ങനെയുണ്ട് പറയൂ. കഴുകാനിരിക്കുന്നു. നല്ല സുഖമുണ്ട് കേട്ടോ. അത് തുടരണം. എനിക്ക് പേടിയാവുന്നടാ. എന്റെ തോളത്ത് ഏറ്റവും ആദ്യം കയറി ഇരുന്ന കൈ. എന്റെ നഖം കൊണ്ടിട്ട് എനിക്ക് വേദന എടുക്കുന്നു. എനിക്ക് പേടിയാണ്. മതി 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 മതി. Best of me now, best of me. They want the best of me now, best of me now, best of me now, best of me.